ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് കൊച്ചാട്ടിംഗ് പവർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ. മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. സ്പീഡിൽ പറഞ്ഞു പോകുന്ന പോലെയുള്ള ഒരു ഗ്രോത്ത് ഒന്നും നമ്മുടെ മാർക്കറ്റിനില്ല. നിഫ്റ്റി നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഇവിടെ ഒരു 3 റേഞ്ച് തന്നതിന് ശേഷം അവിടെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് റേഞ്ച് വരുന്നു. ബാങ്ക് നിഫ്റ്റി റേഞ്ചാണ്. ഒരു പിടിയില്ലാതെ ഇങ്ങനെ നമ്മൾ ഇത് കാണുമ്പോൾ നമുക്ക് ഭ്രാന്തെടുക്കുന്ന രീതിയിലുള്ള റേഞ്ചാണ് ബാങ്ക് നിഫ്റ്റി കാണുന്നത്. 58,800-നും 59,800-നും ഇടയ്ക്ക് ബ്രെഡും ജാമും വെച്ച അവസ്ഥയിലാണ് ബാങ്ക് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. മിഡ് ക്യാപ്പ് ഓൾമോസ്റ്റ് ഇവിടെ റേഞ്ച് ഇപ്പം ആ റേഞ്ചിന്റെ അകത്ത് കിടന്ന് ഇവിടെ റേഞ്ച് മിഡ് ക്യാപ്പ്. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് റേഞ്ചാണ്. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇന്നലെ ഞാൻ റഫറൻസ് ലെവലിൽ നമ്മളെ മിഡ് ക്യാപ്പ് നിങ്ങൾ നോക്കിയാൽ ഞാൻ നമ്മുടെ റഫറൻസ് ലെവൽ പ്രകാരമുള്ള ട്രേഡ് സെറ്റപ്പ് ആക്റ്റീവ് ആയോ എന്ന് നമ്മളൊരു ഗ്യാപ് ഡൗൺ ആണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. മിഡ് ക്യാപ്പ് ഇന്നലെ പറഞ്ഞ ബെയറിഷ് റഫറൻസ് പൊട്ടി അവിടെ നിന്നു തിരിച്ച് പി ഒ സിയുടെ ഭാഗത്തേക്ക് പോയി. അപ്പം താഴോട്ടുള്ള റെഫറൻസ് വല്ലതും കിട്ടിയോ? ഇല്ല. മുകളിലോട്ടുള്ള റെഫറൻസ് ലെവൽ കിട്ടിയോ? ഇല്ല. ചുരുക്കി പറഞ്ഞാൽ പി ഒ സിക്ക് മാത്രമേ ഇന്ന് ചെറിയൊരു സ്ലൈറ്റ്ലി ചേഞ്ചസ് ഉള്ളൂ. ബാക്കി എല്ലാം മിഡ് ക്യാപ്പ് ഒരു ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ആയിരുന്നു. നോർമൽ ബാലൻസ് ഡേ ആണ്. പി ഒ സി 13,832 ഭാഗത്തേക്ക് ഈ പി ഒ സി ഇന്ന് കൊണ്ടുവരണം. ചുരുക്കി പറഞ്ഞാൽ 13,832 ഭാഗത്തേക്ക് ഞാൻ മിഡ് ക്യാപ്പിനെ കൊണ്ടുവന്നു. ബുള്ളിഷ് റഫറൻസിന് ഇപ്പോഴും ഒരു കൃത്യമായി ഓർത്തോളാം. 13,954 മുകളിൽ മാത്രമേ ഇന്നലത്തെ ലെവലിന് മുകളിൽ ഇന്നലെ ഞാൻ പറഞ്ഞ ഇന്നത്തെ ലെവൽ അതിന് മുകളിൽ മാത്രമേ റഫറൻസ് കറക്റ്റ് ഉള്ളൂ. ഇതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 14,000, 14,049, 14,100 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് പോവാം. 13,780 പൊട്ടുകയാണെങ്കിൽ 13,740, 700, 630 എന്ന് പറഞ്ഞ ഈ റഫറൻസിലാണ് കൃത്യമായിട്ട് മിഡ് ക്യാപ്പിൽ ഉള്ളത്. ഒരു റഫറൻസ് ലെവൽ ഒരു മാറ്റവും ഇല്ല, സെയിം ലെവലാണ്. ബാങ്ക് നിഫ്റ്റി ഇന്ന് ബെയറിഷ് റഫറൻസ് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ബെയറിഷ് റഫറൻസ് പൊട്ടി താഴേക്ക് ഇറങ്ങി ഫസ്റ്റ് അടിച്ചു. പിന്നെ അങ്ങോട്ട് ആ ട്രേഡ് സത്യം പറഞ്ഞാൽ അവോയ്ഡ് ചെയ്യുന്ന ട്രേഡായിരുന്നു. ഞാൻ എടുത്തിട്ടില്ല, കാരണം അത് അവോയ്ഡബിൾ ട്രേഡാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 2 ദിവസം ഒരേ റേഞ്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ഈ പി ഒ സികളെല്ലാം ഞാൻ ഒന്ന് മെർജ് ചെയ്യണം. വേറെ ഒന്നും പറ്റില്ല. എന്നെ സംബന്ധിച്ച് ഈ റേഞ്ച് പൊട്ടാതെ മാർക്കറ്റ് ട്രേഡ് വഴി വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പം നമുക്ക് ഈ റേഞ്ചുകളെല്ലാം മെർജ് ചെയ്ത് ഒരുമിച്ചാക്കി നോക്കാം എന്ത് സംഭവിക്കും അറിയാമല്ലോ. മാർക്കറ്റ് നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഈ കുമ്പാറിന്റെ വയർ ഇങ്ങനെ വീർത്ത് പൊക്കോണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് മാർക്കറ്റ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ വീർത്ത് കുമ്പാറിന്റെ വയർ ഇങ്ങനെ തള്ളി നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്ന ബാങ്ക് നിഫ്റ്റിയാണ്. പി ഒ സി 59,245 ഭാഗത്താണ് പി ഒ സി വന്ന്. ഞാനൊന്ന് പി ഒ സി താഴേക്ക് കൊണ്ടുവരാം. റേഞ്ച് പി ഒ സി ആണ്. 59,245 ഭാഗത്തേക്ക് വന്നു. ബാങ്ക് നിഫ്റ്റി എങ്ങനെ വേണം പൊട്ടാൻ സമയമായെന്നർത്ഥം. 59,611 ബുള്ളിഷ് റഫറൻസ് വയ്ക്കുന്നത്. എത്രയാണ്? 59,612 മുകളിൽ മാത്രമേ ഞാനൊരു ബുള്ളിഷ് റഫറൻസ് വയ്ക്കുന്നു. ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇല്ല എങ്കിൽ മാർക്കറ്റ് ഈ 59,600 ഭാഗത്ത് എത്തുമ്പോൾ ഫുട്ടെടുക്കുന്നല്ല. ബെയറിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ 59,055 താഴെ നിൽക്കുമ്പോഴും ഞാൻ ഇതിന്റെ സെല്ല് എടുക്കുന്നുള്ളൂ. ഇല്ല എങ്കിൽ ഇതിനകത്ത് കിടന്ന് തന്നെ ഒടുങ്ങി അവസാനിക്കുന്ന ഒരു നഷ്ട കച്ചവടമായിട്ട് ബാങ്ക് നിഫ്റ്റി പോകും. 59,612 മുകളിൽ ബൈ, അല്ലെങ്കിൽ 59,550 മുകളിൽ ബൈ എടുക്കാം. 59,550 മുകളിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിക്ക് ബൈ എടുക്കാം. 59,055 താഴെ സെല്ലിംഗ് എടുക്കാം. ഇല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ താഴെ എത്തുമ്പോൾ കോൾ എടുക്കാം, മുകളിൽ എത്തുമ്പോൾ പുട്ടെടുക്കാം. അങ്ങനത്തെ ഒരു ട്രേഡ് സ്ട്രാറ്റജി മാത്രമേ പ്ലേ ചെയ്യുന്നുള്ളൂ. 59,550 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പം ഈ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ 59,655 ഭാഗത്തേക്ക് വരാം. അവിടെ ഒരു ബൈയിങ് ഉണ്ട്. സെല്ലിംഗ് ഏരിയ ആണ്. 59,655 ഭാഗത്തേക്ക് പോവാം. അതിന് മുകളിൽ നിൽക്കുമ്പോൾ അടുത്തത് ഈ പി ഒ സി 59,712 എത്ര 742 59,773 ഭാഗത്തേക്ക് പോവാം. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 59,900 അവിടെ ഒരു സെല്ലിംഗ് ഇപ്പോഴും ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. 59,900 ഭാഗത്തേക്കും വരാം. ചുരുക്കി പറഞ്ഞാൽ 59,550 മുകളിൽ നിൽക്കുമ്പോൾ 59,655, 773, 59,900 ഭാഗത്തേക്ക് വരാം. 59,055 പൊട്ടുമ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് ഫിഗറാണ്. 58,961 ഭാഗത്തേക്ക് വരാം. അവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്. അതിന് താഴെ അടുത്തത് 58,796 ഭാഗത്തേക്ക് വരാം. അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 58,600
55. ഇതാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച റെഫറൻസ് ലെവൽ. ആസ് ലോങ് ആസ് ബാങ്ക് നിഫ്റ്റി ഈ റേഞ്ച് കിടന്ന് കളിക്കുകയാണെങ്കിൽ ഈ റെഫറൻസ് ലെവൽ തന്നെയാണ് ഇനി എങ്ങോട്ടും വാലിഡ് ആയിട്ട് പോവുള്ളൂ. കാരണം റേഞ്ച് ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് പോകുന്ന ബാങ്ക് നിഫ്റ്റി ആയതുകൊണ്ട് ഇനി വലിയൊരു മാറ്റങ്ങളും ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇനി അവസാനത്തെ നമ്മളെ കള്ളൻ നിഫ്റ്റി. ഈ നിഫ്റ്റി ഇവിടെ റേഞ്ച്, ഈ ഒരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോയി, ഇവിടെ ഇങ്ങനെ ഈ ഒരു റേഞ്ച് വന്നു, ഇപ്പം അതേപോലെ ഒരു റേഞ്ച് ഇങ്ങനെ മെയിൻറ്റെയിൻ. അപ്പം നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു മാർക്കറ്റ് ആ റേഞ്ചിന്റെ അടുത്തൊക്കെ തന്നെ ക്ലോസ് 26,023 ഭാഗത്താണ് POC. ഞാൻ ആദ്യം നിഫ്റ്റിയിൽ ഞാൻ POC കൊണ്ടുവരുന്നത് എത്രയാണ്, 26,023 ഭാഗത്തേക്ക് ഞാനൊന്ന് POC 26,023 ഭാഗത്തേക്ക് ഞാൻ POC കൊണ്ടുവന്നു. ബുള്ളിഷ് റഫറൻസ് ഒക്കെ സെയിം ആണ്. 26,070 മുകളിൽ ബൈ, ഫസ്റ്റ് ടാർഗറ്റ് 115, സെക്കൻഡ് ടാർഗറ്റ് 150, തേർഡ് ടാർഗറ്റ് 26,206. ബെയറിഷ് റഫറൻസ് സെയിം ആണ് 25,000. ഇനി ഞാൻ ബെയറിഷ് എടുക്കണമെങ്കിൽ 25,900 താഴെ ഞാൻ സെല്ലിങ് എടുക്കും. ഇപ്പൊ ഞാൻ ബെയറിഷ് റഫറൻസ് ഒന്ന് മാറ്റി 25,900 താഴെ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. ഫസ്റ്റ് ടാർഗറ്റ് 25,840 വരാം, സെക്കൻഡ് ടാർഗറ്റ് 25,795, തേർഡ് ടാർഗറ്റ് 25,730. ഇതായിരിക്കും എന്നെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിയിൽ പറയാനുള്ള റഫറൻസ് ലെവൽ. താഴെയായിട്ടുള്ള റഫറൻസിലൊക്കെ സെയിം ആണ്, അപ്സൈഡ് സെയിം ആണ്, POCക്ക് മാത്രമേ ചേഞ്ചസ് ഉള്ളൂ. സോ ഈ റഫറൻസ് ലെവൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക, അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. മെന്ററിങ്ങിന്റെ ബാച്ചിനെ കുറിച്ച് അറിയാൻ വേണ്ടി നമ്മൾ ഈ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ട്രേഡിംഗ് വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കാതിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.